നിങ്ങളോട് എത്ര തവണയായി മനുഷ്യ പറയുന്നു, പോയി 2 ബൾബ് വാങ്ങിട്ട് വരൂ. എന്താ 2 ബൾബ്? എടീ ബൾബൊക്കെ ഔട്ടായില്ലേ, ഇപ്പൊ CF അല്ല ഫാഷൻ. എന്താണെങ്കിലും ഒന്ന് മേടിച്ചു വാ. തൽക്കാലം ബൾബ് തന്നെ മതി, CFL ഇപ്പോ കാശില്ല. പിന്നെന്താ വേണ്ടത്? 1 കിലോ പഴം വാങ്ങണേ. ഞാൻ പോവാ, 1 മണിക്കൂർ കഴിഞ്ഞോട്ടെ. പേപ്പർ ഇപ്പൊ വായിച്ചു തീരും. ഇപ്പൊ തന്നെ വേണം, പുട്ടിന് വേറെ കറിയില്ലാത്തതാ. ടിൻഡു, നീ കോയാക്കന്റെ കടയിൽ പോയി 1 കിലോ പഴവും 2 ബൾബും വാങ്ങി വാ. പഴവും ബൾബോ കോമ്പിനേഷൻ സുഖയില്ലല്ലോ, പപ്പടം പോരെ? നീ പറഞ്ഞത് കേട്ടാ മതി. ഓ ശരി ശരി, ഇപ്പൊ വരാം. ടിൻഡു, ബൾബ് വാങ്ങുമ്പോ അവിടെ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ തീപ്പെട്ടി വാങ്ങണേ ടിൻഡു. ശരി അമ്മേ. എന്ത് തീപ്പെട്ടിയാടാ വാങ്ങിക്കൊണ്ടുവന്നത്? ഒരൊറ്റ കൊള്ളിയും കത്തുന്നില്ല. ഞാൻ എല്ലാ കൊള്ളിയും എടുത്ത് അവിടെ നിന്ന് തന്നെ ഉരച്ചു നോക്കി ടെസ്റ്റ് ചെയ്ത് എടുത്തതാ. അല്ല റപ്പായി ചേട്ടാ, ചേട്ടൻ പണ്ട് കാശ്മീരിൽ ചായക്കട നടത്തിയിരുന്നെന്ന് പറഞ്ഞു കേട്ടല്ലോ, ശരിയാണോ? ചായക്കട നടത്തിയെന്നത് ശരിയാ, പക്ഷേ ഇന്ത്യൻ ആർമിയുമായി ഞാൻ സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. മനസ്സിലായില്ല. ഞാൻ ഭയങ്കര സംഭവമല്ലായിരുന്നു. ലഫ്റ്റനന്റ് കേണൽമാരൊക്കെ വീട്ടിൽ വന്ന് ക്യൂ നിൽക്കും, യുദ്ധത്തെ പറ്റി ഓരോരോ സംശയങ്ങൾ ചോദിക്കാനേ. എന്നിട്ട് എപ്പോഴാ കേരളത്തിലോട്ട് പോന്നേ? 1982 കേണൽമാരും മേജർമാരും ഒക്കെ കൂട്ടക്കരച്ചിലല്ലായിരുന്നോ? ഗംഭീരം. ഇതിന്റെ ഒക്കെ പിന്നിൽ വേറൊരാളും കൂടെ ഉണ്ട്. അതാരാ? എന്റെ ഭാര്യ ത്രേസ്യക്കുട്ടി. അവൾ നിർബന്ധിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ കാശ്മീരിലോട്ട് പോയത്. അത് ശരി. പിന്നെ ഓരോ യുദ്ധതന്ത്രങ്ങളും അവളും പറഞ്ഞു തരും. സത്യം പറഞ്ഞ കാർഗിൽ യുദ്ധകാലത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നേ, ഒരൊറ്റ പാകിസ്ഥാൻകാരനും നുഴഞ്ഞു കയറില്ലായിരുന്നു. ശരിക്കും പറഞ്ഞ ത്രേസ്യ ചേട്ടത്തിക്കും ഇതിലൊരു പ്രധാന പങ്കുണ്ടല്ലേ? ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ കാണും. എനിക്ക് തോന്നുന്നില്ല. എടാ ഉള്ളതാ, ഏത് മഹാന്മാരോട് ചോദിച്ചാലും പറയും അവരുടെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന്. ആണല്ലേ? ടിൻഡു, റപ്പായി ചേട്ടന്റെ ഈ ജീവിത വിജയത്തിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലാവാനാ, വേഗം പോയൊരു പെണ്ണ് കെട്ടണം, അത്ര തന്നെ. എന്തായാലും പെണ്ണ് വേണല്ലോ. എല്ലാ ഗണേശേട്ടാ, ഇന്നലത്തെ ശോഭായാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരായിരുന്നില്ലേ? നാടൊന്ന് ഇളകി. അല്ല, നിങ്ങൾ അനിയൻ രമേശിനെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഓൻ പെണ്ണ് കാണാൻ താനൂര് വരെ ഒന്ന് പോയതാ. ഓനിപ്പോ തന്നെയാ പണി. എന്താണാവോ, രമേശന്റെ കല്യാണം ഒന്നും ശരിയാവണില്ല. അവന്റെ സ്വഭാവം ഒന്ന് ശരിയാക്കട്ടെ. ഇപ്പൊ ഓനാളാകെ മാറിപ്പോയില്ലേ. ജോലി അല്പസ്വല്പം രാഷ്ട്രീയ പ്രവർത്തനേ ഉള്ളൂ. അത് ശരി. പിന്നെന്താ കല്യാണത്തിന് തടസ്സം? ഓൻ 7-ൽ ചൊവ്വയാണ്. കഷ്ടം. സ്വഭാവം ഒന്ന് ചൊവ്വായി വന്നതാ, അപ്പോഴേക്കും ജാതകത്തിൽ ചൊവ്വ. ഓന് പറ്റിയൊരു ജാതകം കിട്ടിയിട്ടുണ്ട്. പൊരുത്തം നോക്കാൻ ഓന് നമ്മളെ പണിക്കരെടുത്ത് പോയതാ. ടിൻഡും പോയിട്ടുണ്ട്. 100 ആയുസാ. രണ്ടും വരുന്നുണ്ട്. എന്താ രമേശ, എന്താ പണിക്കര് പറഞ്ഞേ? അയാള് കവടി നേരത്തെ എന്തൊക്കെയോ നോക്കി, എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. പറ രമേശ, എന്താ അയാള് പറഞ്ഞത്? ശശിയേട്ടാ, എന്റെ കല്യാണം ഈ അടുത്തൊന്നും നടക്കൂലെന്ന് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ നടക്കും? ജോത്സ്യര് മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ. എന്ത് പറഞ്ഞെന്ന്? അയാൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്താ, ജോത്സ്യര് രമേശന്റെ കല്യാണം നടക്കില്ലെന്ന് തീർത്തു പറഞ്ഞോ? അങ്ങനെയല്ല, ജാതകത്തിൽ ജീവിതകാലം മുഴുവനും സൗര്യവും സമാധാനവും ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, പിന്നെങ്ങനെ കല്യാണം നടക്കും? ഒരു ബസ് യാത്ര, എന്റെ അമ്മോ, എന്റെ നടുവ് പോയി. അല്ല, നിനക്കെന്താ പ്രശ്നം? നിന്റെ നടുവും പോയോ? ശരിയാ ചേട്ടാ, ഞാനൊരു സിനിമ കാണാൻ ടൗണിലോട്ട് പോയതായിരുന്നു. ഞങ്ങളുടെ നടുവ് ചമ്മന്തിയായി. ഇനി ബസ്സിൽ പോണ പ്രശ്നമില്ല. നടുവ് പോയാലെന്താ, ഇന്ന് ബസ്സിൽ വെച്ച് ഒരു കോമഡി ഉണ്ടായി അല്ലേ ദീപു? ശരിയാ, നീ പറഞ്ഞു കൊടുക്ക്. ബസ്സിലെ യാത്രക്കാര് ഫുള്ളായിരുന്നു, തിങ്ങി നിറഞ്ഞ്. എന്നിട്ട് അങ്ങനെ പോകുമ്പോ പെട്ടെന്നൊരു സീറ്റിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി. 2 ചേച്ചിമാർ തമ്മിൽ തർക്കമായി, ആരാണ് ആദ്യം ഇരുന്നതെന്നും പറഞ്ഞ്. വഴക്കെന്ന് പറഞ്ഞ മുട്ടം വഴക്ക്. 2 പേർക്കും ഇരിക്കണം. എന്നിട്ട് ടിൻഡു അതങ്ങ് സോൾവ് ചെയ്ത് കൊടുത്തു. എങ്ങനെ? ഞാൻ നോക്കുമ്പോ അത് സീനിയർ സിറ്റിസൺസിനുള്ള സീറ്റായിരുന്നു.
ആ സീറ്റ് മിക്ക ബസ്സിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഏതായാലും പ്രായമുള്ളവർക്കുള്ള സീറ്റാ. നിങ്ങൾ രണ്ടുപേരിലും ഏറ്റവും പ്രായമുള്ളവർക്ക് ഇരിക്കാമെന്നും പറഞ്ഞു. അത് കൊള്ളാം. രണ്ട് ചേച്ചിമാരും ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുക. ഞാൻ സുഖമായി കേറി അങ്ങ് ഇരുന്നു.